എല്ലാ കൂട്ടുകാർക്കും ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഹൈക്കിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ ഹൈക്കിങ്ങിനോട് അഡ്വഞ്ചേഴ്സിനോടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. ഈ സംസ്ഥാനമൊക്കെ ഫുള്ളായി കേട്ട് കഴിഞ്ഞാൽ എന്നിരുന്നാലും എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളതും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനും ഡ്രാഫ്റ്റ്സ്മാനായിട്ട് ജോലി ചെയ്യാന്നുള്ളതും. എന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് കെട്ടിങ്ങൽ LP സ്കൂളിലാണ്. ഹൈസ്കൂള് എനാമോ സെന്റ് ജോസഫ് സ്കൂളിലാണ് അവിടെ ഹൈസ്കൂൾ കഴിയുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ സിവിൽ ഡ്രാഫ്റ്റ്സ്മാനാണ് പഠിക്കുന്നത് നടത്തറ ഫോണറ്റിക് IT സ്കൂളിൽ. സ്വപ്നം കാണും ഹൈക്കിങ്ങിന് പറ്റിയ ഷൂസാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഷൂസാണ് അത്ര. എന്നിട്ടും എനിക്ക് തണുപ്പുള്ളിലേക്ക് എടുത്തായിരുന്നു. -30 ആണ് കേട്ടോ. നമ്മള് പോയത് ലെമോഷോ റൂട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് 7 ദിവസത്തെ ഹൈക്കിംഗ് ആണ്. ജിനി പൊട്ടുവോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. പൊട്ടാ കുളി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പച്ചപ്പും അതായത് പൂപ്പലുകൾക്ക് പോലും ഭയങ്കര ഭംഗിയാണ്. സാർ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, ഷഫീറെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇലയെ പോലും നോവിക്കരുത്. നമ്മള് ഒരു 100 ഗ്രാം ഒരു 50 ഗ്രാം പോലും നമുക്ക് ഒരു വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഒഴിവാക്കിയെങ്കിലോ എന്ന് പോലും തോന്നുന്ന കുറെ സംഭവങ്ങൾ. പെട്ടെന്ന് ടീച്ചറുടെ ഒരു മാഷിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാം എന്റെ പ്രിയപ്പെട്ട അച്ചുമണി ടീച്ചറാണ് പറയാം. അമ്മാവ് സ്കൂളിലെ മലയാളം അച്ചുമണി ടീച്ചർ ജെയിൻ സഫീർ അവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. ആള് കുറേശ്ശെ വരയ്ക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് വരച്ച ഒരു ചിത്രമാണ് ആക്കി. യാത്രയായാലും ചിത്രരചന അതുപോലെ ഈ സ്പോർട്സ് ഇതൊക്കെ പിള്ളേരിലേക്ക് ഈ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. പിള്ളേര് നമ്മള് ചെയ്യണ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാ കുട്ടികൾക്കും സ്പോർട്സും യാത്രകളൊക്കെ ഇഷ്ടമുള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും മക്കള് കുറേശ്ശെ വരയ്ക്കും, എല്ലാവരും വരയ്ക്കും കുറേശ്ശെ. പിന്നെ വൈഫ് നല്ല സപ്പോർട്ടീവ് ആണ്. എന്റെ കൂടെയാണ് കൂടുതലും ചെറിയ ചെറിയ യാത്രകളൊക്കെ. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോ എല്ലാ കുടുംബങ്ങളൊക്കെ പോകുന്ന പോലുള്ള യാത്രകളൊക്കെ തന്നെയാണ്. നമ്മളൊരു 5 യാത്ര ചെയ്യുമ്പോ അങ്ങനെയുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവരെയും കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ യാത്ര ചെയ്ത് അതിലേക്ക് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സുഖവും പ്രകൃതിയെ പരിചയപ്പെടുത്തലും ഒക്കെ കൂടിയിട്ടാണ് ആ യാത്രകൾ. ഇവരെ ഞാൻ 1-2 തവണ കാടിന്റെ ഉള്ളിൽ യാത്ര പോകുമ്പോൾ സേഫായിട്ട് ഉള്ള ഒരു ടീമിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യും. അവർക്ക് ഇപ്പോഴും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നാട്ടിൽ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങൾ കിട്ടാത്തത് അങ്ങനെ പോവാത്തത്. ഒരുപാട് യാത്രകള് ഒന്നൊന്നല്ല. അതില് ഏതാണ് ഇപ്പോ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ? ആദ്യമായിട്ടൊരു കാര്യം പറയാം, ഇതൊന്നും എനിക്ക് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടില്ല. അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോൾ നമ്മള് അങ്ങനെ എന്താ പറയാ, ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് കയറുന്നതിനാണ് എന്റെ മനസ്സിലുള്ള ഒരു അഡ്വഞ്ചറസ് എന്ന് പറയുന്നത്. ഹൈക്കിങ്ങില് കുറച്ചൊരു ഫിറ്റ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു ഫിറ്റ്നസും ഞാൻ നേരത്തെ പറഞ്ഞ മെന്റൽ ഹെൽത്തും നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത യാത്ര ഇച്ഛാശക്തി, അതിനെന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു കോൺഫിഡന്റ്. ഞാൻ അത്ര ഭയങ്കര സാഹസികമായ യാത്രകളൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഹൈക്കിംഗ് എന്താ പറയാ ഒരു കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എടുത്തു പറയാവുന്നത് കൂടുതലും ഉത്തരാഖണ്ഡില് നമ്മുടെ ഹിമാലയൻ ഹിൽസ് ഉണ്ട്. അവിടെ ഒരു 4 ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കിങ്ങിന്റെ ഒരു ലഹരിയിലേക്ക് കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ബാംഗ്ലൂരിലെ സമയത്ത് എന്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ബോസ് ഉണ്ട് ഗിരീഷ് രാമനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്നെ യാത്ര ചെയ്യാൻ, എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് കുറെ യാത്ര ചെയ്തിട്ടുണ്ട്, ചെറുതും അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള യാത്രകളൊന്നുമല്ല. പക്ഷെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന യാത്രകൾ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നെ ഫസ്റ്റില് കൊണ്ടുപോകുന്നത് പിണ്ടാരി കാഫ്നി എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിലുള്ള കുമയൂൺ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലുള്ള ഒരു സംഭവമാണ്. എനിക്ക് എന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ കുമയൂണാന്ന് തോന്നുന്നുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് യാത്ര. ഒരു ഏകദേശം ഒരു 2010 മുമ്പാണ് സംഭവം, കുറെ വർഷങ്ങൾക്ക് മുൻപാണ്, കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അത് പിണ്ടാരി കാഫ്നി എന്ന് പറയുന്ന ഒരു ഹൈക്കിംഗ് ആണ്. അപ്പോഴാണ് ശരിക്കും നമ്മൾ ലോകം എന്താണെന്നുള്ളതും ഹൈക്കിംഗ് എന്താണെന്നുള്ളതും
നമ്മൾ നിൽക്കുന്ന ഒരു സ്പേസിനേക്കാൾ കൂടുതൽ കുറെ സംഭവങ്ങൾ നമുക്ക് കാണാനുള്ളത് എപ്പോഴും യാത്രകളിലാണ്. യാത്രകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും സഹാനുഭൂതി ആയാലും പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം കൂടുതലും ഉണ്ടാവും. നമുക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. നന്നായി യാത്ര ചെയ്യുന്ന ഒരാൾ ഏതൊരാളാണ് നിങ്ങൾ എടുത്താൽ മനസ്സിലാവും. അല്ല മറ്റുള്ള ആളുകള് നമ്മളിപ്പോ ഈ യാത്രകളിൽ കുറെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകും. അപ്പൊ അവര് ജീവിക്കുന്ന നിലവാരം നമ്മളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കും. കാരണം വളരെ പരിമിതമായ ചുറ്റുപാടിൽ ജീവിക്കുന്നവര് എന്താ പറയാ, എത്ര ഹാപ്പി ആയിട്ടാണ് അവര് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് യാത്രയില് ഞാൻ അതിശയിച്ചു പോയി. 5-6 കിലോമീറ്റർ കുട്ടികള് നടന്നു പോയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അത് മുകളിലാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരും. 5-6 കിലോമീറ്റർ നടന്നിട്ട് അത്ര തന്നെ തിരിച്ചവര് സ്കൂളിൽ വിട്ടിട്ടും പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇന്ന് നമ്മളുടെ മക്കളും അല്ലെങ്കിൽ എന്താ പറയാ ഇന്നത്തെ ഒരു നമ്മളുടെ ലൈഫൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊക്കെ എന്താ പറയാ എവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, യാത്ര ചെയ്യുന്ന ആളുകള് പുതിയ സംസ്കാരങ്ങള്, പുതിയ ആളുകള്, പുതിയ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം. അതൊക്കെ അപ്പോഴാണ്, അതായത് ഭക്ഷണമായാലും എന്താ പറയാ വെള്ളത്തിന്റെ കാര്യമായാലും ഇതൊക്കെ എല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനോടൊരു വാല്യൂ വരും. നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് തന്നെ ഒരു വാല്യൂ വരും. പിന്നെ നമുക്ക് ഏത് സാഹചര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി നമുക്ക് ഈ യാത്രകളിൽ നമ്മളെ പഠിപ്പിക്കും. അത് യാത്രയെ പറ്റിയപ്പോ പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള സംഭവം നമുക്ക് ഈ ഹൈക്കിങ്ങിലേക്ക് വരുമ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എന്റെ സാറിന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പിണ്ടാരി കാഫ്നി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. ഏകദേശം 124 കിലോമീറ്റർ ആണ് 8 ദിവസം കൊണ്ട് ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. അപ്പോ ഇതില് ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ വളരെ പ്രകൃതിനെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം എപ്പോഴും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ യാത്രകളിലും പ്രകൃതിയും കൂടി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് തിരിച്ചു വരാൻ പറ്റുള്ളൂ. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മഴയായിട്ടും കാറ്റായിട്ടും മണ്ണിടിച്ചിലായിട്ടും ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം. എപ്പോഴാണെങ്കിലും ഒരു മല ഇടിഞ്ഞു പോവാം. അപ്പൊ നമ്മുടെ യാത്രകളില് നമ്മൾ പ്രകൃതിനെ ഒരിക്കലും നോവിക്കാതെ വേണം, നമ്മൾ വേദനിപ്പിക്കാതെ വേണം നമ്മളുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ലോകത്ത്. അത് നമുക്ക് കാണാൻ നമുക്ക് മനസ്സുണ്ടാവണം, ആ രീതിയിൽ കാണണം. നമ്മളുടെ ഓരോ ചുവടുവെപ്പിലും ഓരോ സ്റ്റെപ്പിലും നമ്മൾ അത് ശരിക്കും ആസ്വദിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഇനി ഇതിൽ കൂടെ ഒരിക്കലും നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഇനി ഈ വഴിയിലൂടെ ഞാൻ കടന്നു വരില്ല മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ അത് മാക്സിമം ആസ്വദിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷങ്ങൾ കഴിയും തോറും അതിനെ നമ്മളെ ഹാപ്പി ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ആരെയും വേദനിപ്പിക്കാതെ, ആരോടും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയമൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ അത് ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. യാത്രയിലേക്ക് വരാം. അങ്ങനെ ഏകദേശം ഒരു 124 കിലോമീറ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ. ആദ്യമായിട്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒരു കൊച്ചുകുട്ടി ലോകം കാണുന്ന പോലെയാണ്. ഞാനതിന് ഒരു പ്രിപ്പറേഷനും ഇല്ല, എന്താണെന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ അനുസരിച്ചുകൊണ്ട് സാർ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത്, ഷഫീറെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇലയെ പോലും നോവിക്കരുത്. നമ്മള് ചെറുപ്പത്തില് ചില തളിരിട്ട ഈ മരങ്ങളുടെ ഇതുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അത് സാറ് പറഞ്ഞത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് തട്ടിപ്പോണം അല്ലെങ്കിൽ അടിച്ചു പോകണം. നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റിക്ക് ഉണ്ടായിരിക്കും, ഒരു ഗ്രിപ്പിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ മരത്തിനടിക്കും. ഈ മരങ്ങളിലെ പൂക്കളും ഇലകളും ഒക്കെ നമുക്ക് പോകുമ്പോൾ ഭക്ഷിക്കാം. അതിനല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ മരത്തിനെ അല്ലെങ്കിൽ ഇലകളെ പോലും നോവിക്കരുത്. നിങ്ങൾക്ക് പറിച്ച് തിന്നണോ, അത് പ്രകൃതി നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വേദനകൾക്കുള്ള സംഹാരികൾ പല ഇലകളുണ്ട്, പല രീതിയിലുണ്ട്. നമുക്ക് ഇപ്പോ വെള്ളം തിളപ്പിച്ച് ഇലട്ടിട്ട് കുടിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ വേദന വരുമ്പോൾ നമ്മൾ ചില ഇലകൾ ഇങ്ങനെ അടിച്ച് പൊത്തുന്നതുണ്ട്. പിന്നെ ചില പൂക്കളുണ്ട്, വഴിയിൽ പോണ കാട്ടുപൂക്കളുണ്ട്.
അതൊക്കെ നമുക്ക് കഴിക്കാം, അതൊക്കെ കഴിക്കാം. അല്ലാതെ നിങ്ങളൊരു ഇലയെ പോലും, ഒരു പൂവിനെ പോലും, ഒരു മരത്തിനെ പോലും, ഇവിടെ നിങ്ങൾ ചവിട്ടുന്ന ഭൂമിയെ പോലും നോവിക്കരുത്. അതുപോലെ വേണം നിങ്ങൾ ഹൈക്കിങ് നടക്കാൻ. അല്ലെങ്കിൽ ആ ഭൂമി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പ്രകൃതി വിചാരിക്കുകയാണ് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് യാത്രയുടെ ഏറ്റവും. ഹൈക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഹൈക്കുന്നല്ല, ഏതൊരു യാത്രയിലും നമ്മളെപ്പോഴും പ്രകൃതിനെ, നമ്മുടെ ചുറ്റുപാടിനെ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഫസ്റ്റ് ഹൈക്കിങ് 8 ദിവസം എടുത്തത്. അതായത് ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ 8 ദിവസം, 4 ദിവസം അങ്ങോട്ട്, 4 ദിവസം ഇങ്ങോട്ട്. അന്ന് ഞങ്ങള് ഏകദേശം 6 പേരാണ്. 6 പേരാണെന്നാണ് എന്റെ ഓർമ്മ. എല്ലാ കൊളീഗ്സ് ആയിരുന്നു. എന്റെ ബോസ് ആയിരുന്നു അന്നത്തെ ലീഡർ. ബോസും ഫാമിലി ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് എന്റെ കൂട്ടുകാര്, ബാംഗ്ലൂരിലുള്ള കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ കൂടിയായി ബോസ്. അന്നാണ് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഹാപ്പി. ഇതുവരെ കാണാത്ത, ഞാനന്ന് ഏകദേശം ഒരു 33 വയസ്സാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതുവരെ കാണാത്ത ഒരു ലോകമാണ് എനിക്ക് സാറ് കാണിച്ചു തന്നത്. അപ്പൊ അന്ന് മുതല് ഓരോ കാര്യം സാറ് പോണ വഴിയിൽ കുറെ സംഭവങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞത്. നമുക്ക് അടുത്ത വർഷം ഇന്ന സ്ഥലത്ത് ഹൈക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോകണം, ഇതിനേക്കാൾ മനോഹരമാണ് എന്നുള്ള രീതിയിൽ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സംഭവം. അതായത് പൂക്കളുടെ താഴ്വര എത്ര മനോഹരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 500-ൽ പരം, ചിലപ്പോൾ 2000 എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കറിയാം, ഞാൻ അന്ന് പറഞ്ഞത് ഒരുപാട് കൂടുതലാണ്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ഒരു 500-ൽ പരം പൂക്കളുടെ, വൈവിധ്യങ്ങളായിട്ടുള്ള പൂക്കളുടെ. അതും ഈ ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. അത് ജോഷിമത്ത് എന്ന് പറഞ്ഞ വേറെ ഒരു സ്ഥലമാണ്. അപ്പൊ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഏത് സീസണിലും പൂക്കൾ ഉണ്ടായിരിക്കും. ചില പൂക്കള് ഈ പഴയ ബുക്കുകളിലും ആളുകളൊക്കെ പറയുന്നത്, ചില പൂക്കൾ നമ്മൾ മണപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉറങ്ങിപ്പോകും എന്ന് പറയുന്ന ഒരു എന്താ പറയുക ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇതേ ആ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ്. എന്തായാലും ഞാൻ പോകുന്ന സമയത്ത് മനോഹരമായി പൂക്കളുടെ താഴ്വരയാണ് ഞാൻ കണ്ടത്. പിന്നെ അതും എൻ്റെ 3ാമത്തെ ഹൈക്കിംഗ് ആണ്. ശരിക്കും 2 ഹൈക്കിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓരോ ഹൈക്കിങ്ങിലും 2 ട്രക്കിംഗ് ട്രയൽസ് ആണ് ഉള്ളത്. അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഫസ്റ്റത്തേൽ പിണ്ടാരി കാഫിംഗ് എന്ന് പറയുന്ന 2 ട്രക്കിംഗ് ട്രയൽസും, പിന്നെ ഇതില് പൂക്കളുടെ താഴ്വര എന്ന് പറയുന്ന വാല്യൂ ഓഫ് ഫ്ലവേഴ്സും. അതൊരു ഭയങ്കര ടഫ് ഹൈക്കിംഗ് ഒന്നുമല്ല, കുഴപ്പമില്ല, എന്നാലൊരു ഫിറ്റ്നസ് വേണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ചെയ്ത ഹാംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കിംഗ് പ്ലേസ് ഉണ്ട്. അത് ഈ ഗുരുദ്വാരയാണ് ശരിക്കും. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിഖുകാരുടെ ഗുരുദ്വാരയാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഹാംകുണ്ട് സാഹിബ്, ഉത്തരാഖണ്ഡിലുള്ളത്. ആ ഹൈക്കിംഗ് ആണ് എനിക്ക് എന്റെ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. കാരണം ഒരു ഹൈക്ക് എങ്ങനെ ചെയ്യേണ്ടത് മറ്റേതൊന്നും എനിക്ക് അത്ര കണ്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര കുത്തനെയുള്ള കുറെ കയറ്റങ്ങളും, മൈനസ് എന്നല്ല, അതൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. അതൊന്നും ചെക്ക് ചെയ്യാനുള്ള അങ്ങനെ ഒരു ബോധമൊന്നും പോയില്ല. പക്ഷെ ഇതൊക്കെ പോകുന്നത് ഞാൻ എന്താ പറയാ, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഡിഗ്രിയിലാണ് തണുപ്പുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊന്നുമില്ല. എനിക്ക് വാല്യൂ ഓഫ് ഫ്ലവർ കാണാൻ പോകണം, അപ്പോഴും ഗുരുദ്വാരയിലേക്ക് പോകണമെന്നോ ഹാംകുണ്ടിനെ കുറിച്ചിട്ടൊന്നും ഒരു ചിന്തയില്ല. പക്ഷെ ആ പാക്കേജിൽ ഞാൻ എന്നെ കൊണ്ടുപോയ ഗൈഡിന്റെ ആ ഒരു ഗ്രൂപ്പില് വാല്യൂ ഓഫ് ഫ്ലവേഴ്സും ഗുരുദ്വാര എടുത്തു മാത്രം. അപ്പൊ ഞാൻ അങ്ങനെ പോയതാ, അല്ലാതെ ഹാംകുണ്ടിന് ഞാൻ എന്താ പറയാ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നല്ല. എന്റെ മെയിൻ കൺസേൺ ഇതായിരുന്നു, വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോ ഇതിലേക്ക് അവിടെ പോയപ്പോ നെക്സ്റ്റ് ഡേ ഹാംകുണ്ട് ഉണ്ട്. അപ്പം ഹാംകുണ്ട് ഓക്കെ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാം, ഒരു ഗുരുദ്വാര. പക്ഷെ എന്റെ ലൈഫിൽ എന്താ പറയാ ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു ഹൈക്കിങ് അന്ന് വരെയുള്ളതിൽ എനിക്ക് ഈ ഗുരുദ്വാര ആവാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ തലേ ദിവസം ഈ ഹൈക്ക് ചെയ്ത് വന്നിട്ട് ഉടനെ തന്നെയാണ്, അതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ തലേ ദിവസം ഞാൻ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാത്തതിന്റെ അതൊക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഹൈക്കിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെ സെൽഫായിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ല എനിക്ക്. അങ്ങനെയാണ് പോകുന്നു, അവരുടെ കൂടെ പോകുന്നു എന്നല്ലാതെ. പക്ഷെ ഹാംകുണ്ട് പോയപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞാനൊന്ന് ഛർദ്ദിച്ചു. ആ ഛർദ്ദിക്കുന്നത് തലവേദന എടുത്തു. നമ്മൾ ഇത്ര ഹൈക്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ചു വന്നു. ഒരു പിറ്റേ ദിവസം ഞാൻ ഓക്കെ ആയി. എന്നിരുന്നാലും അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു.
അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിളിമഞ്ചാരോ പോകുമ്പോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും അതെങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം തന്നത് ഈ ഹാംകുണ്ട് സാഹിബിലേക്ക് കയറുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു മറ്റേ വാലി ഓഫ് ഫ്ലവർ ശരിക്കും ഒരു വാലിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. ഈ വാലി ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത് ഒക്കെ നാച്ചുറലാണ്. അവിടെ ഒന്നും ഇല്ല, വേറെ ഒന്നും ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. ഒരു ചെറിയ ഗ്രാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. വലിയ മരങ്ങളാണോ? മരങ്ങളല്ല, താഴ്വരകളാണ്, ചെറിയ ചെറിയ ചെടികളാണത്. ഓരോ സീസൺ കഴിയുമ്പോഴും അതിൽ ഒരുപാട് ചെടികളുണ്ട്. ഓരോ സീസൺ എപ്പോ പോയാലും പൂക്കൾ ഉണ്ടായിരിക്കും അവിടെ, പല ടൈപ്പില്. ഇപ്പൊ നമ്മൾ ഈ ആഴ്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലറ്റ് പൂക്കളാണെന്നുണ്ടെങ്കിൽ, വയലറ്റും യെല്ലോ അല്ല എന്താ പറയാ അങ്ങനത്തെ പൂക്കളാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പോയി കഴിഞ്ഞാൽ വേറെ കളർ പൂക്കളായിരിക്കും. ഫോട്ടോഗ്രാഫിക്ക് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ കഴിവുള്ള ആളുകളിൽ മനോഹരമായ ചിത്രങ്ങള്, അതായത് എന്താ പറയാ എൻഡില്ലാത്ത നമുക്ക് മടുക്കില്ല, അത്രയും മനോഹരമായ ഒരു താഴ്വരയാണ് ഹാംകുണ്ട് എന്ന് പറയുന്നത്. ഈ സിഖുകാരുടെ ഒരു വലിയ എന്താ പറയാ വലിയൊരു അമ്പലമാണ്. അങ്ങനെ ഗുരുദ്വാരയാണ്. അവരുടെ സിഖുകാരുടെ ഒരു വിശേഷപ്പെട്ട ഒരു ഗുരുദ്വാരം മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഗുരുദ്വാരം. അപ്പോ അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അത് അവരുടെ ഒരു എന്താ പറയാ നമ്മൾ പറയുന്നത് കാര്യങ്ങള് വർഷിപ്പ് പോലെ എത്തിപ്പെടുന്നതാണ്. അവിടുത്തെ മെയിൻ വർഷിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീസിങ് കോൾഡ് ആണ്. അതായത് നമ്മള് ഈ നവംബർ മുതൽ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ് സീസണിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല. മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് അത്, ഈ മഞ്ഞ് വീഴ്ച സമയത്ത്. അപ്പൊ ആ സമയത്ത് ഗുരുദ്വാര ക്ലോസ് ചെയ്തിടും, അങ്ങോട്ട് കയറാൻ പോകാൻ പറ്റില്ല. ഞങ്ങള് പോകുന്നത് അതിന്റെ ഏകദേശം ഒരു സെപ്റ്റംബർ മാസങ്ങളാണ്. എന്നാൽ പോലും ഭയങ്കര ഇതാണ്. നമുക്ക് പലപ്പോഴും ഈ മൂടൽ മഞ്ഞ് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്ര മൂടൽ മഞ്ഞുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ഭയങ്കര തണുപ്പും. അവിടെ ഒരു തടാകമുണ്ട്. ഈ തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിരൽ വെക്കുമ്പോ പോലും അത്ര തണുപ്പാണ്. അവിടെ അവര് ഈ ഇവരുടെ വർഷിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഡ്രസ്സൊക്കെ ഊരിയിട്ട് ട്രൗസർ മാത്രം ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ മുങ്ങി എണീക്കുക. അപ്പൊ ഗംഗയിലൊക്കെ മുങ്ങി എണീക്കില്ലേ, അതുപോലെ അതാണ്. അതപ്പോ ആ ഇതിനു വേണ്ടിയിട്ട് ഒരു ചെങ്ങല ഇട്ടിട്ടുണ്ടായിരിക്കും. ചെങ്ങല ഒരു കയറ് പോലെ ഒരു സംഭവം ഇട്ടുണ്ടായിരിക്കും. അതുമ്പോ പിടിച്ചിട്ട് ഇവര് മുങ്ങണം നമുക്ക് കാണാൻ പറ്റും. അതൊരു എന്തെന്നാ പറയാ, അത് കാണുമ്പോ പോലും നമുക്ക് തരിക്കും. അതാണ് ഭയങ്കര മൈൻഡ് സെറ്റില് അവര് ആ ട്രൗസർ ഇട്ടിട്ടുണ്ടാവും, ടർബൻ എന്താ പറയില്ല, അത് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് ഇട്ടിട്ട് അവര് മുങ്ങി എണീക്കും. സ്ത്രീകൾ മുങ്ങണ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആണുങ്ങള് അവിടെ മുങ്ങുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫോഗ് ആയതുകൊണ്ട് ശരിക്കും കാണാൻ ചില സമയത്ത് നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും. പക്ഷെ ഞാൻ പോയ സമയത്ത് ഫോഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് ശരിക്കും എന്താ പറയാ ഫുള്ള് തടാകം എനിക്ക് കാണാൻ പറ്റിയില്ല. ചെല്ലുന്ന സമയത്ത് കണ്ട്, ലോങ്ങിന്ന് കണ്ട് ഭയങ്കര ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് മൊമെന്റിൽ മൂടൽ വരും. മനോഹരമായ ഒരു ലൊക്കേഷനാണ് അത്. നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും കുറച്ച്. പിന്നെ ഒരു പൂവുണ്ട്, ഒരു താമര, ബ്രഹ്മകമലം. അതൊരു സംഭവമായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലല്ലാതെ നമുക്ക് ഈ ബ്രഹ്മകമലത്തിനെ കാണാൻ പറ്റില്ല. ആ ബ്രഹ്മകമലം അത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ നിൽക്കുന്നത് ഞാൻ കാണാം. അതൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത കുറെ ഈ ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം വളരുന്ന ചില പൂക്കൾ. വലിയ മരങ്ങളൊന്നും മുകളിൽ ഉണ്ടാവില്ല. ഇപ്പോ നേരത്തെ പറഞ്ഞ ഈ ഒരു യാത്രയാണ് നമുക്ക് കിളിമഞ്ചാരോയിലേക്കുള്ള ഉണ്ടായത്. എല്ലാവർക്കും നമ്മളായിട്ട് കൂടുതൽ അറിയാനായിട്ട് കിളിമഞ്ചാരോ ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും എന്തൊക്കെയാണ് അതിൻ്റെ ലെസൺസ്, അവിടെ എന്തൊക്കെയാണ് ആസ്വദിച്ചത്, ഇപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന്. സത്യത്തിൽ ഞാൻ കിളിമഞ്ചാരോ ഹൈക്കിംഗ് അല്ല ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷം. അല്ലെങ്കിൽ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ ഞാൻ ജൂണിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള പ്രിപ്പറേഷനാണ് അത്. കിളിമഞ്ചാരോ എൻ്റെ പിന്നത്തുള്ള ഒരു സ്വപ്നമാണ്. അത് നടക്കോ ഇല്ല എന്ന് പോലും എനിക്ക്
അറിയണ്ടായിരുന്നില്ല. അതൊരു ആഗ്രഹം മാത്രം നിന്നായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒഴിവാക്കേണ്ടി വന്നു. ഞാൻ എല്ലാ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ അതിന്റെ അഡ്വാൻസ് കാര്യങ്ങൾ ഫുൾ പേയ്മെന്റ് അല്ല, അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രിപ്പറേഷനും, ശാരീരികമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി ഓൾറെഡി അതിന് പോകാൻ വേണ്ടിയിട്ട്. എന്താ പറയാ, ആ സിറ്റുവേഷൻ ശരിയായിരുന്നില്ല. പിന്നെ എന്റെ ലീവിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ ബേസ് ക്യാമ്പിന് പോണ ആളുകൾക്ക് കുറച്ചും കൂടി ലീവ് വേണം, കുറച്ചും കൂടി ദിവസങ്ങൾ വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയപ്പോ പിന്നെ എന്താ പറയാ, നമുക്ക് ഓരോ യാത്രകളോട് ഒരു പ്രണയം ഉണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ ആരും ആക്കിച്ചിരിക്കുന്നത് നമുക്കൊരു പ്രണയം പോലെയാണ് യാത്ര. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രണയം എന്നാണ് അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര ഇഷ്ടമാണെന്ന് പറയുന്നത്. അതെ. അപ്പൊ നമുക്ക് ആ യാത്ര, ഏതെങ്കിലും ഒരു യാത്ര വേണം. അപ്പോ പിന്നത്തെ ഒരു ഓപ്ഷൻ പിന്നെ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് ഈ ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം, കിളിമഞ്ചാരോ എന്ന് തോന്നി. അപ്പോ ഞാനത് എന്താ പറയാ, അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എവറസ്റ്റ് ബേസ് പിന്നെ അത് ഞാൻ ഇല്ല ഒഴിവാക്കിയിട്ടില്ല. അത് പോണം തന്നെയാണ് ആഗ്രഹം. അത് പിന്നീട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ അതിന്റെ അഡ്വാൻസ് കൊടുത്തത് കൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും ആ യാത്ര ചെയ്യാം. അപ്പൊ അതവിടെ ഉണ്ട്. അപ്പോ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതൊക്കെ എനിക്ക് ഈ കിളിമഞ്ചാരോകൾക്ക് ഗുണം ചെയ്യും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കിളിമഞ്ചാരോ. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് വേറെ ഒരു ഐഡിയ ഇല്ല. ഈവൻ ബേസ് ക്യാമ്പിനെ കുറിച്ച് ഞാൻ കുറെ സ്റ്റഡി ചെയ്ത് എന്താണ് എങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഞാൻ. പക്ഷെ അത് ഒഴിവാക്കിയപ്പോൾ കിളിമഞ്ചാരോ പിന്നെ യാത്ര ചെയ്യാ, ഞാൻ നേരത്തെ പറഞ്ഞ യാത്രയോടുള്ള കിളിമഞ്ചാരോടുള്ള ഒരു പ്രണയം പോലെ എനിക്ക് അത് ഫീൽ ചെയ്ത് ഞാൻ പിന്നെ അതിലേക്ക് എന്തെന്ന് പറയാ, നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് എത്തിപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കിളിമഞ്ചാരോ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിന് എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്, എന്റെ എല്ലാ മീൻസ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്റെ പാരന്റ്സ് അടക്കമുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഞാൻ കിളിമഞ്ചാരോ ആണ് പോകണമെന്ന് അറിയില്ല, ആഫ്രിക്കയിലേക്കാണ് പോകുന്നതും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു, അല്ലാതെ വേറെ ഒന്നും ഡീറ്റെയിൽ അറിയില്ല. എന്തൊക്കെ ടൈപ്പുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോ മെന്റലി ഫിസിക്കലി അതിന് ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ടാവും. അത് ഏതൊക്കെയാണ് പ്രിപ്പറേഷൻ? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മെന്റലി പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആണ്. നമ്മൾ വൺസ് ഒരു യാത്രക്ക് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണെന്ന് അർത്ഥം. കാരണം നമുക്ക് പറ്റും എന്നുള്ളൊരു തോന്നലുകൊണ്ടാണല്ലോ നമ്മൾ ആ യാത്ര ആഗ്രഹിക്കുന്നത്. അപ്പൊ മെന്റലി പ്രിപ്പയർഡ് ആയി നമ്മൾ. പിന്നെ അത് ഫേസ് ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാവുന്നത് അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താണോ യാത്രയിൽ നമ്മൾ വരുന്നത് അതിന് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത് മനസ്സിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെന്റൽ പ്രിപ്പറേഷൻ ആയി. പക്ഷെ ഫിസിക്കലി അങ്ങനെയല്ല, നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ വീക്ക്ലി ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം കളിക്കാൻ പോകും ബാഡ്മിന്റൺ. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഫിസിക്കൽ ട്രെയിനിങ് ആണ് അത്. പിന്നെ ഓടാൻ പോകാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. വെയിറ്റ് നമ്മൾ എന്താ പറയാ, ജിമ്മിൽ വെയിറ്റ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ ആദ്യത്തെ എന്റെ വെയിറ്റ് ഒന്ന് ഞാൻ റെഡ്യൂസ് ചെയ്തു. ഞാനൊരു 84 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 76 ഞാൻ കുറച്ച് കൊണ്ടുവന്നു യാത്രയോട് കൂടിയിട്ട്. അത് ഞാൻ ഓടാൻ പോകാറുണ്ട്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ബാഡ്മിന്റൺ ഉണ്ട്, പിന്നെ അങ്ങനത്തെ പറയാ, അങ്ങനെ ഒരു പ്രോപ്പർ റുട്ടീൻ അല്ലാന്നുണ്ടെങ്കിലും ഞാൻ ഇതൊക്കെ മിക്സഡ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ മാറി മാറി ചെയ്തിരുന്നു. ഇല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഓൾറെഡി നമ്മളെ പിന്നെ സ്ട്രെച്ച് ചെയ്യണം നന്നായിട്ട്. കാരണം വെച്ചാൽ കാലിന് നല്ല സ്ട്രെച്ചിങ് ആവശ്യമുണ്ട്. അപ്പൊ അത് ഡെയിലി മുടങ്ങാണ്ട് ചെയ്യണം. അതാണ് ഓടുക എന്ന് പറയുന്നത്. പിന്നെ സ്ക്വാട്ട് ചെയ്യുക, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ വെയിറ്റ് ഭയങ്കര ഓവർ വെയിറ്റ് എടുക്കരുത്, കാരണം വെച്ചാൽ മസിൽ ടൈറ്റ് ആവും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ, ക്രോസ് ഫിറ്റ് ഔട്ട് ആണ് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്. നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഹൈക്കിംഗ് ആണ്. എങ്ങനെ ബോഡി ഏത് രീതിയിൽ, അല്ലാതെ നമ്മളൊരു റിജിഡ് ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ട്രെയിനിങ് ചെയ്യരുത്. ചെറിയ വെയിറ്റിംഗ് മസിലൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രോസ് ഫിറ്റ്നസ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു ഗെയിം ഏതെങ്കിലും സ്ഥിരമായിട്ട് കളിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ബോഡി മൂവ്മെന്റ് ഒക്കെ അത് നല്ല ഹെൽപ്പ് ചെയ്യും നമുക്ക്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. പിന്നെ ഫുഡ് ചെറിയൊരു ഡയറ്റ്. കാരണം വെച്ചാൽ ഓവറായിട്ട് നമ്മൾ ഈ കാർബ്സ് ഒന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ല ഒരു വെയിറ്റ് കുറഞ്ഞു, 76 കിലോ ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞു വരുമ്പോൾ 74-72 കിലോയിലേക്കൊക്കെ
ഞാൻ കുറഞ്ഞു. പക്ഷെ അത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു, കാരണം ചെറിയ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 5 കിലോ മുതൽ ഒരു 8 കിലോ 10 കിലോന്റെ ഒക്കെ ഇതില്, എക്സാക്ട് അങ്ങനെയല്ല, എന്നാലും 10 കിലോന്റെ താഴെ ഞാൻ ബാക്ക് പാക്കിൽ ഇട്ടിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഞാൻ ഒരു ഈ കോർണേഴ്സിലൂടെ അല്ലെങ്കിൽ ഈ സൈക്ലിംഗ് വഴിയിലൂടെ ഞാൻ കുറേ നടക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഉയരം കയറുന്ന നമ്മുടെ ബാക്ക് പാക്ക് ഉണ്ടാവും. അപ്പോ ഒരു നമ്മളുടെ ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു, ഞാൻ എന്റെ മുമ്പത്തെ ഹൈക്കിങ്ങിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, നമ്മള് ഒരു 100 ഗ്രാം ഒരു 50 ഗ്രാം പോലും നമുക്ക് ഒരു വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഒഴിവാക്കിയെങ്കിലോ എന്ന് പോലും തോന്നുന്ന കുറെ സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ പല യാത്രകളിലും ക്യാമറ അത് ഇത് ഒക്കെ ആയിട്ട് നമ്മള് പലതിൽ അത് വേണം ഇത് വേണം, നമ്മൾ നോട്ട്ബുക്ക് നമുക്ക് എപ്പോഴും കുറിച്ചിടാനുള്ള നോട്ട്ബുക്ക്, അങ്ങനെ പല കാര്യങ്ങളും അനാവശ്യമായ കാര്യങ്ങളുണ്ട്. ചെറിയ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോണ യാത്രകളൊക്കെ വലിയ നോട്ട്ബുക്കാണ്, പിന്നെ അത് ചെറുതാക്കി ഇപ്പൊ ഞാൻ ഇത്ര മൂന്നൊരു നോട്ട്ബുക്കാണ്, പോയിന്റ്സ് മാത്രം കൗണ്ട് ചെയ്യാൻ. ഒരു ക്യാമ്പിൽ വന്നതിന് ശേഷമാണ് നമ്മളത് ഡയറിയിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു മിനിമം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോന് താഴെ വെച്ചാലും അപ്രോക്സിമേറ്റ് ഒരു 10 കിലോ വെച്ചിട്ട് നമ്മളൊരു ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു 5 to 6 കിലോമീറ്റർ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ശരിക്കുള്ള യാത്രയിൽ അതിനേക്കാൾ കൂടുതൽ യാത്ര, ഞാനൊരു 22-25 കിലോമീറ്റർ ഒക്കെ ഡെയിലി നമുക്ക് കിളിമഞ്ചാരോ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നടക്കേണ്ട വന്നിട്ടുണ്ട്. അത് ഹൈക്കിങ്ങിലേക്കാണ്. നമ്മള് 5 കിലോമീറ്റർ സ്ട്രെയിറ്റ് നടക്കുന്നതും 1 കിലോമീറ്റർ നമ്മൾ ഹൈക്ക് ചെയ്യുന്നതിന് ഈക്വലാണ്. ഇത് ഈ സംഭവങ്ങളൊക്കെ ഈ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഗൈഡൻസ് നമുക്ക് ഗൈഡ് ചെയ്ത് തന്നതാണ്. ഇല്ല, ഇത് ഞാനല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈക്കിങ്ങിന് നമ്മൾ യാത്ര എടുക്കുമ്പോൾ എന്റെ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അല്ലാതെ ഇല്ല അങ്ങനെ ഒരു മെന്റർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒന്നും അങ്ങനെയല്ല. അത് നമ്മളിപ്പോ യൂട്യൂബിൽ അതിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈക്ക് ചെയ്യുന്നതിന്റെ പല വീഡിയോസുകളും കാര്യങ്ങളും അവർ തരുന്ന ഗൈഡൻസും അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മെന്റർ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കരുതലുകൾ ഉണ്ടാവും പല. ഓക്കെ, ഇപ്പോ ഈ ഹൈക്കിങ്ങിലേക്ക് വരുമ്പോ ഈ ഒരു ഹൈക്കിങ്ങില് ഒരുപാട് ആസ്വദിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവും ഒരുപാട് ചലഞ്ചസ്. നമുക്ക് ആസ്വദിച്ചത് ഈ മറ്റുള്ള യാത്രകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് പുതുതായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഹൈക്കിങ്ങിനെ കുറിച്ചിട്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ കിളിമഞ്ചാരോനെ കുറിച്ചിട്ട് ഞാൻ അതും എനിക്കൊരു പുതിയ അനുഭവമാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഹൈക്കിങ്ങിനേക്കാൾ കൂടുതൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് ഹൈക്ക് ചെയ്യുന്നത്, അതും ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ. അപ്പോ ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുറെ സങ്കല്പങ്ങളാണ്. അവിടുത്തെ ആളുകളുടെ ആരോഗ്യം അതാണ് നമ്മളെ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഒരു ഭയങ്കര അജാനുബാഹുക്കളാണ്, അവരുടെ സംഭവങ്ങളൊക്കെ അജാനുബാഹുക്കളാണ് എന്ന് പറയില്ല. നമ്മൾ എന്തുകൊണ്ടെങ്കിലും ഭയങ്കര വൈൽഡ്നെസ് കൂടുതലാണ്, ഒരു കാടത്തം കൂടുതൽ എന്നുള്ള ഒരു രീതിയിലാണ്. അവരുടെ രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും, അവരുടെ സംസാരം എങ്ങനെയായിരിക്കും, അവരുടെ ഭക്ഷണം എങ്ങനെയായിരിക്കും, അങ്ങനെ അല്ലെങ്കിലും എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക്. പേടിയല്ല, എങ്ങനെ ആയിരിക്കും എന്നുള്ള അറിയാനുള്ള കുറെ ആഗ്രഹങ്ങൾ. അവരുടെ ഗ്രാമങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ പല ചിത്രങ്ങളിലും മറ്റിടത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. അപ്പോ എന്റെ യാത്രയുടെ 2 ദിവസം മുമ്പ് ഞാൻ നേരത്തെ അവിടെ എത്തി. അവിടുത്തെ ജനങ്ങളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട്. അതാണ് ഈ കിളിമഞ്ചാരോ വെറും ഹൈക്കിങ് മാത്രമല്ല, ഞാൻ ഇതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് ഞാൻ പോയത്. എന്തെങ്കിലും ചോദ്യം? എന്താണ് ഇതാണ് മെയിൻ ആയിട്ട് ആസ്വദിച്ചത്. എന്താന്ന് വെച്ചാൽ അല്ലല്ല, ഞാൻ പെട്ടെന്ന് ഡൈവേർട്ടായി പോകുന്നത്. അപ്പൊ ഇതെനിക്ക് വലിയൊരു ആസ്വാദനമാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ ഗ്രാമങ്ങളിൽ ഞാൻ സന്ദർശിച്ചതും അവരെ കണ്ടതും അവരായിട്ട് സംസാരിച്ചതും ഒക്കെ എന്നെ സംബന്ധിച്ചിട്ട് വലിയ കാര്യങ്ങളാണ്. അതൊക്കെ ആദ്യത്തെ അനുഭവങ്ങളാണ്. അപ്പൊ അത് ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലേക്ക് കയറ്റിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ യാത്രകളില് നമ്മള്
എന്താ പറയാ എല്ലാ സ്റ്റെപ്പിലും നമുക്ക് എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് തരുന്നത്. അത് ബുദ്ധിമുട്ടുണ്ട്, കേറുന്നുള്ള വേദനകളും അല്ലെ കാലിന്റെ വേദന, അല്ലെങ്കിൽ നമ്മൾക്ക് ബ്രീത്തിന്റെ പ്രശ്നങ്ങള്, മറ്റുള്ള ബുദ്ധിമുട്ടുകള്, ക്ഷീണിക്കല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി തന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ്. ക്യാമറയിൽ എന്ന് പറയുന്നത് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലാണ് കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 360 വ്യൂവില് നമ്മൾ എന്താ പറയാ നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന സംഭവങ്ങൾ. ക്യാമറയിൽ ചിലപ്പോ അതിനേക്കാൾ ഭംഗി കൂട്ടിയിട്ടുണ്ടാവാം, കുറച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നേരിട്ടുള്ള ഭംഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വല്ലാത്തൊരു അനുഭവമാണ് അത്. പിന്നെ മാത്രമല്ല പിന്നെ അവിടെ മഴക്കാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് അതിനെ കുറിച്ച് പറയണ്ട. മഴക്കാടുകളെ കുറിച്ച് വേണമെങ്കിൽ പറയാം. അത് എന്തെന്നാ പറയാ, അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു ബോണസ് ആണ്.